ശ്രീഭദ്രകാളി. ആദിമകാലങ്ങളിൽ മാതൃനായകരായ പുരാതന ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി അഥവാ മഹാകാളി അല്ലെങ്കിൽ ആദിശക്തി കാളി. ഭദ്ര, ഭഗവതി, ചുരുക്കത്തിൽ ഭഗവതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചാമുണ്ഡി അല്ലെങ്കിൽ ചാമുണ്ഡേശ്വരി എന്നും അറിയപ്പെടുന്നത് ഇതേ ഭഗവതി തന്നെ. ഭദ്രകാളി, മഹാകാളി, ചാമുണ്ഡേശ്വരി, ആദിശക്തി കാളി എന്നീ പേരുകളിലൊക്കെ ഭദ്രകാളി അറിയപ്പെടുന്നു. സംഹാരം, ശക്തി, വിജയം, കുലത്തിന്റെ രക്ഷ, കുടുംബത്തിന്റെ നിലനിൽപ്പ്, ദുഷ്ടരിൽ നിന്നുമുള്ള രക്ഷ, ഭയമോചനം, ഐശ്വര്യം, സമ്പത്ത്, രോഗമുക്തി, ദുഃഖനാശം, വിദ്യ, മോക്ഷം എന്നിവയെല്ലാം ഭദ്രകാളിയെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നു. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും പ്രപഞ്ചനാഥിയുമായ ആദിപരാശക്തിയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത്. ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിലെല്ലാം ഭഗവതിയുടെ ആരാധന കാണാം. ഭദ്രമായ മംഗളമായ കാലത്തെ നൽകുന്നവൾ, മംഗളകാരിണി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രികാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിന്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിച്ചു കാണാറുണ്ട്. കറുത്ത നിറത്തോടുകൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു. കുങ്കുമം ഭഗവതിയുടെ പ്രസാദമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുവാണ്. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ്. കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതിയാണ്. കേരളത്തിലേതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം. ദേശദൈവം, കുലദൈവം, കുടുംബദൈവം അല്ലെങ്കിൽ ധർമ്മദൈവം, ഇഷ്ടദൈവം തുടങ്ങിയ പല ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു. വീടുകളുടെ മുകൾ ഭാഗത്ത് മച്ചകത്തമ്മ എന്ന പേരിലും ശാക്തേയ പീഠത്തിലും പൂജാമുറിയിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാന മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതി, ഊർവരത, മണ്ണിന്റെ ഫലഭൂഷ്ഠത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു. കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, രോഗമുക്തി, കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത്, സന്താനങ്ങളുടെ അഭിവൃദ്ധി, കുലത്തിന്റെ നിലനിൽപ്പ്, വ്യാപാരത്തിന്റെ അഭിവൃദ്ധി, മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി വ്യാപകമായിരുന്നു. പുരാതന കാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റവൈ എന്ന യുദ്ധദൈവമാണ് ഇന്നത്തെ ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. ശൈവ, വൈഷ്ണവ, ബൗദ്ധ മതങ്ങളും അബ്രാഹ്മിക മതങ്ങളും ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ മാതൃദൈവാരാധന വ്യാപകമായിരുന്നു. ക്രിസ്തുവർഷത്തിനു മുമ്പ് വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ലോകത്തിൽ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു. മാതൃദൈവാരാധന സിന്ധു നാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു. ഇത് ഉർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ജീവവൈവിധ്യത്തിന്റെയും ഭാഗമായ കാളി ആരാധന സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ കാവ്, പനയന്നാർ കാവ്, മാടായിക്കാവ്, വള്ളിക്കാവ് എന്നിവിടങ്ങളിലൊക്കെ കാവുകളിൽ നിന്നാണ് ഭഗവതിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ പ്രഥമ കാളി ക്ഷേത്രവും ഭദ്രകാളിയുടെ മൂലകേന്ദ്രവുമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് സങ്കല്പം. ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിലൊന്നായി മഹാകാളിയെ കണക്കാക്കുന്നു. മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരാണ് മറ്റു 2 പേർ. ശൈവർ ഇത് ശ്രീപാർവതിയുടെ കറുത്ത രൂപമായി വിശ്വസിക്കുന്നു. വേഗം അനുഗ്രഹം ചൊരിയുന്നവളും ഐശ്വര്യദായിനിയും ആപത്തുകളിൽ രക്ഷകിയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം. കാളിയുടെ സൗമ്യവും രൗദ്രവുമായ 10 രൂപങ്ങളെ ദശമഹാവിദ്യ എന്നറിയപ്പെടുന്നു. സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ചാമുണ്ഡി കാളിയാണ് സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന താരഭഗവതി മഹായാന ബുദ്ധമതത്തിലും ആരാധിക്കപ്പെടുന്നു. ഭാരതത്തിൽ എല്ലായിടത്തും കാളി ആരാധന നിലവിലുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നു. കേരളത്തിൽ ശ്രീ കുരുംബ, തമിഴ്നാട്ടിൽ മാരിയമ്മൻ, കർണാടകയിൽ ചാമുണ്ഡി, ബംഗാളിൽ ഭവതാരിണി,
പൊതുവെ അവർണ വിഭാഗങ്ങളും പിന്നോക്ക സമുദായക്കാരുമാണ് ഭദ്രകാളിയെ കൂടുതലായി ആരാധിച്ചു കണ്ടിരുന്നത്. നവരാത്രിയുടെ 7-ാം ദിവസം കാലരാത്രി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നതും കാളി തന്നെ. ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ആചാരമോ ഇല്ലെന്നാണ് സങ്കല്പം. ഭഗവതി പൂജ വൈദിക ആരാധന സമ്പ്രദായത്തിന് കീഴിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂജിക്കാവുന്നതാണ്. ജാതിഭേദമില്ലാതെ ആർക്കും ഭഗവതിയെ ആരാധിക്കാം. അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ ധാരാളം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നാണ് വിശ്വാസം. ഇതാണ് ക്രമേണ പൊങ്കാലയായി പരിണമിച്ചത്. ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാല. പണ്ടുകാലത്ത് വീടുകളിൽ മച്ചകത്ത് ഭഗവതിയായും ഇന്ന് മുകൾ നിലയിലും കുടുംബദൈവമായി ഭഗവതിയെ കാണാം. ശാക്തീയ വിധി പ്രകാരം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന രീതി ഇന്നും വ്യാപകമാണ്. വിശ്വാസം. ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം പ്രപഞ്ചനാഥിയായ സാക്ഷാൽ ആദിപരാശക്തിയാണ് ശ്രീ ഭദ്രകാളി അഥവാ ആദിപരാശക്തി കാളി. ജഗദംബ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. ആ ഭഗവതിയുടെ ത്രിഗുണങ്ങളാണ് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നറിയപ്പെടുന്നത്. ഭദ്രകാളി വീര്യത്തിൻ്റെയും കരുണയുടെയും ദൈവമായാണ് അറിയപ്പെടുന്നത്. വേഗം അനുഗ്രഹം ചൊരിയുന്ന സങ്കല്പം. കാളിയ പുരാണം ഭഗവതിയുടെ മഹാത്മ്യകഥകൾ വർണ്ണിക്കുന്നു. ദേവി ഭാഗവത പ്രകാരം ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിലൊന്നാണ് മഹാകാളി, മഹാലക്ഷ്മിയും മഹാസരസ്വതിയും. മറ്റു 2 ഭാവങ്ങൾ ഭദ്രകാളിയെ തന്നെ 3 ഗുണങ്ങളോടുകൂടി മഹാലക്ഷ്മി മഹാസരസ്വതി ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട്. സ്ത്രീണാനിന്ദ പ്രഹരം ച കൗടില്യം വ അപ്രിയം വജ ആത്മനോഹിത മന്യച്ഛൻ കാളി ഭക്തോ വിവർജയൽ. അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാളി ഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയുകയോ അഹിതം പറയുകയോ പാടില്ല. അങ്ങനെ ചെയ്താൽ ഭദ്രകാളി കോപമായിരിക്കും ഫലം. കാളിഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും തുല്യ അംഗീകാരവും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം. സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്നാണ് സങ്കല്പം. ഇതിൻ്റെ കാരണം ഒരു സാഹചര്യത്തിലും ഭഗവതി ഉപാസകർ സ്ത്രീകളോട് അപമര്യാദയായി ഇടപെടാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട്. സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിന് കാരണം ഇതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതി ഐശ്വര്യം ചൊരിയുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിയുടെ പൂജയിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് വിശേഷമാണ് എന്നാണ് സങ്കല്പം. വീടുകളുടെ മുകൾ ഭാഗത്തെ മച്ചിൽ ഭഗവതി എന്ന പേരിലും ശാക്തീയ പീഠത്തിലും പൂജാമുറിയിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തികം, പ്രതാപം, സന്താനങ്ങളുടെ അഭിവൃദ്ധി, വ്യാപാരത്തിൻ്റെ പുരോഗതി എന്നിവ നിലനിർത്താൻ വേണ്ടിയാണ് ഇതെന്നാണ് വിശ്വാസം. ഭഗവതിയെ പൗർണമി ദിവസം ദുർഗയായും അമാവാസി ദിവസം കാളിയായും സങ്കല്പിക്കപ്പെടുന്നു. ശിവപുരാണ പ്രകാരം ശിവന്റെ മഹാകാലൻ എന്ന അവതാരത്തിൻ്റെ ശക്തിയാണ് മഹാകാളി. കാളിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖി കാളി എന്നറിയപ്പെടുന്നു. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിത്. പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളിയെ സുമുഖി കാളി എന്ന രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. ദാരികനെ വധിച്ച ശിവപുത്രിയായും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതി ബാലഭദ്ര എന്നറിയപ്പെടുന്നു. കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തന്നിൽ ലയിപ്പിക്കുന്നു. പുനഃസൃഷ്ടിയുടെയും ശക്തി ഭഗവതിയാണ്. ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കാനും യുദ്ധഭൂമിയിലും ശ്മശാനത്തിലും വസിക്കുന്ന ഭഗവതി ആരോഗ്യത്തിൻ്റെ ദൈവം കൂടിയാണ്. മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവതിയെ ആരാധിച്ചു കാണാറുണ്ട്. കൊടുങ്ങല്ലൂർ, തിരുമന്താംകുന്ന്, മണ്ടക്കാട് തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ രോഗനാശത്തിനായി ഭക്തർ ദർശനം നടത്തി വരുന്നത് ഇതിനുദാഹരണമാണ്. ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം, ശത്രുപീഡ, രോഗം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തം പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത്. പ്രകൃതിയും വികൃതിയുമായി കാളികയെ ഉപാസകർ സങ്കല്പിക്കുന്നു. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കാവുകളിൽ ഭഗവതിയെ ആരാധിച്ചു വരുന്നു. ദശമഹാവിദ്യകൾ, സപ്തമാതാക്കൾ, നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു. ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിലെ ജ്വാലാകരാളം അത്യുഗ്രമശേഷ സുതനം ത്രിശൂലം പാതുനോ ഭീതർ ഭദ്രകാളി നമസ്തുതേ എന്ന ശ്ലോകത്തിൽ ഭുവനേശ്വരിയുടെ കറുത്ത ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു. കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പാർവതിയും കാളിയും ഒന്നു തന്നെയെന്ന് പറയപ്പെടുന്നു. രാജസ സാത്വിക ഭാവങ്ങളിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ബാലഭദ്ര, സുമുഖി കാളി തുടങ്ങിയ ഭാവങ്ങൾ ഭഗവതിയുടെ സൗമ്യസുന്ദര ഭാവങ്ങളാണ്. ആദിശക്തി മഹാകാളി, ദാരികനെ വധിച്ച ഭദ്രകാളി, അഥർവാണ ഭദ്രകാളി, ചാമുണ്ടേശ്വരി, വാർത്താളി എന്നിവ കാളിയുടെ വിവിധ ഭാവങ്ങളാണ്. ദേവി പുരാണങ്ങൾ പ്രകാരം മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒന്നു തന്നെയെന്നാണ് വിശ്വാസം. സമയത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ ഭഗവതിയാണ് കാളി അഥവാ കാളി എന്ന്
കാളി എന്ന് സങ്കല്പിക്കപ്പെടുന്നു. പ്രകൃതിയും വികൃതിയുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം. ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും അവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളിയെന്ന് ശക്തി ഉപാസകർ കരുതുന്നു. അജ്ഞാനത്തിന്റെ അന്ധകാരമില്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികർ വിശ്വസിക്കുന്നു. ദേവിഭക്തരുടെ കൂട്ടത്തിൽ കാളിദാസൻ, തെന്നാലിരാമൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസിദ്ധരായ ഒരു വലിയ നിര തന്നെയുണ്ട്. തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ കാളിയോട് ഉപമിച്ച് കാണാറുണ്ട്. തോറ്റമ്പാട്ടിൽ വടക്കുംകൊല്ലത്തെ കന്യാവ് ഭദ്രകാളിയുടെ അവതാരമായി വർണ്ണിക്കപ്പെടുന്നു. ഭഗവതി പൂജയ്ക്ക് ജാതിവർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട്. എന്നിരുന്നാലും പൊതുവെ അവർണ്ണ വിഭാഗങ്ങളാണ് ഭഗവതിയെ കുലദൈവമായും കുടുംബദൈവമായും ദേശദൈവമായും ഉപാസനമൂർത്തിയായും ഇഷ്ടദൈവമായും ഭദ്രകാളിയെ ആരാധിക്കപ്പെടുന്നത്. മച്ചകത്തെ ഭഗവതിയായും ഭദ്രകാളിയോ ഭുവനേശ്വരിയോ ആരാധിക്കപ്പെടുന്നു. ശാക്തേയ കൗള വിശ്വാസപ്രകാരം പഞ്ചമകാരങ്ങളായ മത്സ്യം, ഭക്ഷ്യയോഗ്യമായ മാംസം, മധു, മൈഥുനം, മുദ്ര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകുമെന്നാണ് ആചാരം. ഇക്കാരണത്താൽ ശക്തിപൂജയിൽ സസ്യേതര ഭക്ഷണം നിവേദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷ്യയോഗ്യമായ കോഴി, മത്സ്യം എന്നിവ കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചുകൊണ്ടുള്ള പൂജകൾ ശാക്തേയ സമ്പ്രദായത്തിൽ കാണാവുന്നതാണ്. എന്നാൽ ഇന്ന് ഇതിന് പകരമായി കുമ്പളങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട്. പണ്ടുകാലത്ത് കാർഷിക സമൃദ്ധിക്കായി ഭഗവതിയെ ആരാധിച്ചിരുന്നു. മകരക്കൊയ്ത്തിന് ശേഷം പാടത്തുനിന്ന് ലഭ്യമായ നെല്ല് കുത്തിയ അരി ഉപയോഗിച്ച് ഐശ്വര്യത്തിനും രക്ഷയ്ക്കുമായി ഭഗവതിക്ക് പായസം തയ്യാറാക്കി നിവേദിച്ചിരുന്നു. ഇതാണ് ക്രമേണ പൊങ്കാല എന്ന ആചാരമായി മാറിയത്. ഇന്ന് ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല അതിപ്രധാനമാണ്. കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കാളകളെയും കുതിരകളെയും രാജാവിൻ്റെ പ്രതീകമായ ആനകളെയും മറ്റും അലങ്കരിച്ച് ഭഗവതി സന്നിധിയിലേക്ക് കൊണ്ടുപോയി ആഘോഷമായി ഉത്സവം നടത്തിയിരുന്നു. പിന്നീട് കാലക്രമേണ അലങ്കരിച്ച പൊയ്ക്കാളകളെയും പൊയ്ക്കുതിരകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ നിലവിൽ വന്നു. കടുംപായസം, രക്തപുഷ്പാഞ്ജലി, പൂവൻ കോഴിയെ നടക്കി വയ്ക്കൽ, കോഴി നിവേദ്യം, മഞ്ഞൾ, കുരുമുളക്, തവിട്, ചെമ്പട്ട് എന്നിവ സമർപ്പിക്കൽ, അഭിഷേകം, ചെമ്പരത്തിമാല, തെച്ചിപ്പൂമാല, വേപ്പിലമാല, വാളും ചിലമ്പും സമർപ്പിക്കൽ, ഗുരുതി, പൊങ്കാല എന്നിവയൊക്കെ ഈ ഭഗവതിയുടെ വഴിപാടുകളാണ്. ഭദ്രകാളി സന്നിധികളിലെ പ്രധാന വഴിപാട് ഗുരുതിയാണ്. പൊതുവെ ഇതൊരു രഹസ്യ പൂജയാണ്. പ്രധാനമായും പൂവൻകോഴി അല്ലെങ്കിൽ കുമ്പളങ്ങ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ഗുരുതിക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കോഴിക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിക്കുന്ന ആചാരം കൂടുതൽ പ്രചാരത്തിലായി. കളമെഴുത്തും പാട്ടുമാണ് മറ്റൊരു ഇഷ്ട വഴിപാട്. പൊങ്കാല, മുടിയേറ്റ്, പറണേറ്റ്, കെട്ടുകാഴ്ച, തോറ്റംപാട്ട്, മാലപ്പുറം പാട്ട്, തെയ്യം, കോമരം, തുള്ളൽ തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. ഭഗവതി സ്തുതികൾ, പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഭദ്രകാളി മഹാത്മ്യം, ദേവി ഭാഗവതം, കാളിക പുരാണം, ഭഗവതി പുരാണം, കാളി സഹസ്രനാമം, ലളിത സഹസ്രനാമം, ഭദ്രകാളി 10, ദേവി മഹാത്മ്യം തുടങ്ങിയ കാളി പ്രാധാന്യമുള്ള പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളോ സ്തുതികളോ ആണ്. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ദേവി മഹാത്മ്യം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യേ സ്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുതേ. ജ്വാലകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതർ ഭദ്രകാളി നമസ്തുതേ. രോഗാനശേഷാനപഹംസി തുഷ്ടരുഷ്ട തു കാമൻ സകലാനാഭിഷ്ടാൻ തോമശ്രീധനാന വിപർണാം ത്വാമാശ്രിത ഹാശ്രയത പ്രയാന്തി. സർവബാധ പ്രശമനം ത്രൈലോകശാകിലി ശ്രീ ഏവമേവ ത്വയാം കാര്യം അസ്മൈ ധൈര്യ വിനാശനം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലം ധർമ്മച്ച മാം ച പാലയ പാലയ. മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ. ഓം ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗക്ഷമ ശിവാദാത്രി സ്വദാ നമസ്തുതേ. ജയത്വം ദേവി ചാമുണ്ഡേ ജയ ഭൂതാർത്തിഹാരിണി ജയ സർവഗതേ ദേവി കാളരാത്രി നമസ്തുതേ. എല്ലാ സ്ഥലത്തും ജയിക്കുന്ന ജയന്തിയായും മംഗളസ്വരൂപിയായ മംഗളയായും കാളിയായും ഭദ്രകാളിയായും കപാലമാലയണിഞ്ഞ കപാലിനിയായും ദുർഗയായും ക്ഷമയുള്ളവളായും ശിവപ്രിയയായ ശിവയായും ഭൂമി രൂപത്തിൽ ധാത്രിയായും സോഹാദേവിയായും സ്വദാദേവിയായും ഭജിച്ചിരിക്കുന്ന നിൻ തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു.
മഹേശ്വരി പ്രദേ ദേവി മഹാത്രിപുര സുന്ദരി മഹാവീര്യ മഹേശി ശ്രീ ഭദ്രകാളി നമസ്തുതേ. സർവവ്യാധി പ്രശമിനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ. ഈശ്വരി പരമേശ്വരി ജഗദീശ്വരി മഹേശ്വരി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമസ്തുതേ. ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി മേ പരമേശ്വരി. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. കാത്യായിനി മഹാമായേ ഭവാനി ഭുവേശ്വരി സംസാരസാഗരേ മഗ്നം ദീനമ്മ കരുണാമയി. ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യ പ്രസീത ജഗദംബികേ മനോഭിലാഷിതം ദേവി വരം ദേവി നമസ്തുതേ. അംബിക അനാദിനിധനാം അശ്വരൂഢാപരാജിത. ദേവി മഹാത്മ്യം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമോ നമഃ. ലളിത സഹസ്രനാമം. ഭവാനി ഭാവനഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി. മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ട സുരനിഷൂദിനി. വിവിധ പേരുകൾ. ആദിപരാശക്തി മഹാമായ ജഗദംബ കാളിക കർണാടകയിൽ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടി, തമിഴ്നാട്ടിൽ മാരിയമ്മൻ, മലബാറിൽ ശ്രീകുരുമ്പ, മധ്യപ്രദേശിൽ ഉജ്ജയിനി മഹാകാളി, ബംഗാളിൽ ഭക്തതാരിണി, ആസാമിൽ കാമാഖ്യ, ഭൈരവി, രക്തേശ്വരി, രുദ്രമാല, വടക്കൻ ചൊവ്വ, നീലകേശി, കുണ്ടലിനി, ഇച്ഛാശക്തി, പ്രകൃതി, കൊറ്റവൈ, ഊർവരത, ഭുവനേശ്വരി, കരിനീലി, പുതിയ ഭഗവതി, ശ്രീഭദ്ര, സുമുഖി കാളി, ബാലഭദ്ര, മംഗളാദേവി, വാർത്താളി, നരസിംഹി, ഭഗവതി തുടങ്ങിയ ഭദ്രകാളിയുടെ വിവിധ ഭാവങ്ങളോ പേരുകളായി അറിയപ്പെടുന്നു. നവരാത്രിയിൽ കാളി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ. നവരാത്രിയുടെ 7ാം ദിവസത്തിൽ ഭഗവതിയെ പ്രത്യേകമായി കാലരാത്രി മാതാവ് അല്ലെങ്കിൽ കാളിയായി ആരാധിക്കുന്നു. വിജയദശമി ഭദ്രകാളി അജ്ഞാനത്തിന് മേൽ വിജയം നേടിയ ദിവസമായി വിശ്വസിക്കപ്പെടുന്നു. കാളിദാസന് അറിവ് പകർന്ന ദേവി സന്നിധിയിൽ വിദ്യാരംഭം നടത്തുന്ന ഐശ്വര്യമാണെന്ന് ശക്തി ഉപാസകർ കരുതുന്നു. നവരാത്രിയുടെ അതിദൈവമായി ആരാധിക്കുന്നത് കാളിയെയാണ്. കാളിയെ ആരാധിച്ചാൽ ഒട്ടും തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ക്രിയാശക്തി ആയതിനാൽ പ്രവൃത്തി വിജയത്തിന് ഭഗവതിയെ ഭജിക്കണം. അതുകൊണ്ട് തന്നെയാണ് കാളി നവരാത്രിയുടെ അതിദൈവമാകുന്നത്. ദശമഹാവിദ്യ. ആദിപരാശക്തിയായ മഹാകാളി ഉഗ്ര സൗമ്യ 2 രൂപങ്ങളിൽ 10 മഹാകാളികളുടെ രൂപം ധരിക്കുന്നു. കാളി എല്ലാ വിദ്യകളുടെയും ആദിയാണ്. ആദിശക്തി ശിവന് ചുറ്റും പലവിധ ഭാവത്തിൽ ഭഗവതി തൻ്റെ ശക്തി ആവിഷ്കരിക്കുമ്പോഴാണ് ശിവന് സ്പന്ദിക്കാൻ പോലും ശക്തനാകുന്നത്. ഇത്തരത്തിലുള്ള ശിവന് ചുറ്റുമുള്ള 10 ദിശകളിൽ വർത്തിക്കുന്ന പരാശക്തിയുടെ 10 ആവിഷ്കാരങ്ങളെയാണ് ദശമഹാവിദ്യയിലൂടെ വിവരിക്കുന്നത്. ശിവന്റെ മുന്നിൽ കാളിയും, മുകളിൽ താരയും, താഴെ ഭൈരവിയും, വലതുഭാഗത്തെ ചിന്നമസ്തയും, ഇടതുഭാഗത്തെ ഭുവനേശ്വരിയും, പിന്നിൽ ബംഗളാമുഖിയും, ആഗ്നേയം അഥവാ തെക്ക് കിഴക്കിൽ ധൂമാവതിയും, നൈരുത അഥവാ തെക്ക് പടിഞ്ഞാറിൽ മഹാലക്ഷ്മിയും, വായുകോണിൽ അഥവാ വടക്ക് പടിഞ്ഞാറിൽ മാതങ്കിയും, ഈശാനകോണിൽ അഥവാ വടക്ക് കിഴക്കിൽ ഷോഡശി അഥവാ ശ്രീവിദ്യയും സ്ഥിതി ചെയ്യുന്നു. വിശേഷ ദിവസങ്ങൾ. ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി മാസത്തിലെ 1-ാം തീയതി, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയ ദിവസങ്ങൾ ഭദ്രകാളി പൂജയ്ക്ക് പ്രധാനമാണ്. നവരാത്രി ഭരണി, മകരച്ചൊവ്വ, 10-ാം ഉദയം, കർക്കിടക മാസം, അപര ഏകാദശി, ദീപാവലി, തൃക്കാർത്തിക എന്നിവ ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള വിശേഷങ്ങളാണ്. ശനിദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ശനിയാഴ്ച ഭദ്രകാളി ആരാധന നടത്തുന്നത് പ്രധാനമാണ് എന്ന് വിശ്വാസമുണ്ട്. ശാക്തേയ വിശ്വാസപ്രകാരം ശനിയെ നിയന്ത്രിക്കുന്ന ഭഗവതി കൂടിയാണ് കാളി. ഭദ്രകാളിയുടെ തിരുനാളാണ് ഭരണി. കാളി ദ്വാരികന് മുന്നിൽ വിജയം നേടിയ ഭരണി പല രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. കാളിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ദിവസമാണ് ഭദ്രകാളി ജയന്തി എന്ന് വിശ്വാസം. മേടമാസത്തിലെ അപര ഏകാദശിയാണ് ഭദ്രകാളി ജയന്തിയായി ആചരിക്കുന്നത്. നവരാത്രിയിലെ എല്ലാ ദിവസങ്ങളും കാളി പൂജയ്ക്ക് പ്രധാനം. പ്രത്യേകിച്ച് നവരാത്രിയിലെ 7-8 ദിവസങ്ങൾ ഭദ്രകാളി പൂജയ്ക്ക് ഉത്തമം. കാളിദാസനെ വിദ്യ പകർന്ന ഭഗവതിക്ക് മുൻപിൽ വിജയദശമി ദിവസം വിദ്യാരംഭം കുറിക്കുന്നതും പ്രധാനമെന്ന് വിശ്വാസം. ചിലർ തങ്ങളുടെ ജന്മനക്ഷത്രം തോറും
ജന്മനക്ഷത്രം തോറും ഭഗവതി പൂജ നടത്തുന്ന വിശേഷമായി കാണുന്നു. അമാവാസി ദിവസം കൂടിയ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കപ്പെടുന്നു. കാളിയാമം. അർദ്ധരാത്രി ഏകദേശം 12 മണി മുതൽ പുലർച്ചെ 3 വരെയുള്ള സമയമാണ് കാളിയാമം എന്നറിയപ്പെടുന്നത്. കാളിയാമത്തിലെ ഭദ്രകാളി പൂജ ഭഗവതിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണെന്നാണ് വിശ്വാസം. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, ഭരണി, നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി ദിവസങ്ങളിലെ കാളിയാമം അതിപ്രധാനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പുരാണ കഥകൾ. ശ്രീ ഭദ്രകാളി മഹാത്മ്യം, കാളിയ പുരാണം തുടങ്ങിയ പ്രകാരം ആദിശക്തി കാളി പ്രപഞ്ചനാഥയാണ്. അതിനാൽ ജഗദംബ എന്നറിയപ്പെടുന്ന ഈ ഭഗവതി സർവരക്ഷകനായ, അധർമ്മനാശിനിയായ, ഭക്തരെ രക്ഷിക്കുന്ന, ദുഷ്ടരെ ശിക്ഷിക്കുന്ന, മോക്ഷദായിനിയായ, കരുണാമയിയായ, മാതൃവാത്സല്യമുള്ള, സാത്വികയായ ജഗദീശ്വരി തന്നെയാകുന്നു. വിവിധ പുരാണങ്ങൾ പ്രകാരമുള്ള കാളിയുടെ കഥകൾ ധാരാളമുണ്ട്. ദേവി മഹാത്മ്യപ്രകാരം ആദിയിൽ ആദിപരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് മനോഹരമായ കറുത്തവർണ്ണത്തോടുകൂടിയ മഹാകാളി അവതരിക്കുന്നത്. ഭാഗവതത്തിൽ മഹാവിഷ്ണുവിനെ മുൻനിർത്തി മധുകൈയുടെ ഭടന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായി മഹാകാളി അവതരിക്കുന്നത്. വിഷ്ണുവിൻ്റെ കർണപുടത്തിൽ നിന്നും പുറപ്പെട്ട മധുകൈയുടെ ഭടന്മാർ ബ്രഹ്മഹത്യക്കൊരുങ്ങി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരമാണ് പരാശക്തി പ്രകാരം അവതരിച്ചത്. കാളിയ പുരാണത്തിൽ ഒരിക്കൽ ഹിമാലയത്തിൽ അവസ്ഥിതനായിരുന്ന മാതംഗമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് ദേവന്മാർ മഹാമായയെ സ്തുതിച്ചു. സ്തുതി കേട്ട് പ്രസന്നയായ ആദിപരാശക്തി മാതംഗി രൂപത്തിൽ ദേവന്മാർക്ക് ദർശനം കൊടുത്ത് നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയം ഭഗവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത വർണ്ണത്തോടുകൂടി ഒരു വീരനാരി പ്രകടമായി. ആ മഹാകാളി സ്വയം ദേവന്മാർക്കായി ഉത്തരം കൊടുത്തു. ഇവർ തന്നെയാണ് സ്തുതിക്കുന്നത്. അവൾ കൃഷ്ണവർണ്ണത്തോടു കൂടിയവളായിരുന്നു. അതുകൊണ്ട് അവളുടെ നാമം കാളി എന്നായി. ദക്ഷന്റെ യാഗത്തിൽ അപമാനം കൊണ്ട് സതി ദേഹത്യാഗം വരിച്ചപ്പോൾ കോപിഷ്ഠനായ പരമശിവന്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തൻ്റെ ജട പിഴുതു തറയിലടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനോടൊപ്പം ഭദ്രകാളി അവതരിച്ചു. വീരഭദ്രനെ സഹായിച്ച ഭദ്രകാളി ദക്ഷന്റെ യജ്ഞശാല തകർത്തു. ശിവപുരാണ പ്രകാരം ശിവപത്നി പാർവതിയുടെ താമസിക രൂപമാണ് കാളി. ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ കോപിഷ്ഠയായ ശ്രീപാർവതി മഹാകാളിയായി മാറി. ദേവി കോപം ഭയന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി കാളിയോട് ക്ഷമാപണം നടത്തി. ദേവി മഹാത്മ്യത്തിൽ ശുംഭന്മാരുടെ അത്യാചാരങ്ങൾ കൊണ്ട് വിഷമിച്ച ദേവന്മാർ ഹിമാലയത്തിൽ പോയി ഭഗവതിയെ സ്തുതിച്ചു. അവർക്ക് മുൻപിൽ ശ്രീ പാർവതി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഗൗരി ദേഹത്തിൽ നിന്നും ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ദുർഗാരൂപം പൂണ്ട ശ്രീ പാർവതി രാക്ഷസ നിഗ്രഹത്തിനായി പുറപ്പെട്ടു. സ്തംഭനി സുംഭ യുദ്ധവേളയിൽ ചണ്ഡിക പരമേശ്വരിക്ക് തുണയേകുവാൻ അവതരിച്ച ശക്തി സ്വരൂപിണിയാണ് കാളി. ചണ്ഡികയുടെ പുരികക്കൊടിയിൽ നിന്നുമാണ് അവതാരം. ചണ്ഡികയെ പിടിച്ചു കൊണ്ടുപോകുവാൻ ശുംഭന്മാരുടെ നിർദ്ദേശപ്രകാരം ധൂമ്രലോചനൻ എത്തുന്നു. തൻ്റെ ഹുങ്കാരത്താൽ ധൂമ്രലോചനെ നിഗ്രഹിച്ച ഈ കാളി ചണ്ടമുണ്ടന്മാരെയും വധിച്ചതിനാൽ ചാമുണ്ടേശ്വരി എന്നറിയപ്പെടുന്നു. പിന്നീട് രക്തബീജനെ വധിക്കാൻ ചണ്ഡികയെ സഹായിക്കുകയും ചെയ്തു. അതിനാൽ രക്തചാമുണ്ടി അല്ലെങ്കിൽ രക്തേശ്വരി എന്നും അറിയപ്പെടുന്നു. കർണാടകയിൽ ആരാധിക്കപ്പെടുന്ന കാളി ചാമുണ്ടേശ്വരിയാണ്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രതികരണത്തിൽ മറ്റൊരു ഭദ്രകാളി സങ്കല്പമുണ്ട്. ഇതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭദ്രകാളി അഥവാ ഭഗവതി. ഇത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് അവതരിച്ച പുത്രിയാണ്. ദാരികാവീരനെ വധിക്കാൻ വേണ്ടിയാണ് അവതാരം. ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി. ഒപ്പം 10,000 ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ നിന്ന് ഇറ്റുവീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ദാരികമാർ ഉണ്ടാകാമെന്നും കൂടാതെ ബ്രഹ്മമന്ത്രവും വരമായി വാങ്ങി. ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗലോകവും പിടിച്ചെടുത്തു. ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം എല്ലാവരും മഹാദേവനെ കണ്ടു സങ്കടം പറഞ്ഞു. ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി, വാരാഹി, കൗമാരി, ഇന്ദ്രാണി തുടങ്ങിയ 6 ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു. ദാരികനെ നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ആ ഭദ്രകാളി ദാരികാവീരനെ പോരിന് വിളിച്ചു, യുദ്ധത്തിൽ വധിച്ചു. വേതാള കണ്ഠസ്ഥിതമായ ഭഗവതിയാണിത്.
ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ കാളിവാഹനമായ വേതാളവും ശിവന്റെ ഭൂതഗണങ്ങളും പാനം ചെയ്തു. തുടർന്ന് ദാരിക ശിരസും കയ്യിലേന്തിയ ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു. ഇത് സപ്തമാതാക്കളിൽപ്പെടുന്ന ഭഗവതിയും ആദിപരാശക്തിയുടെ ഒരു പ്രധാന ഭാവവുമാണ്. മലയാളികളുടെ കുലദൈവം കൂടിയാണ് ദാരിക ചിത്തായ ഈ ഭദ്രകാളി. വരാഹരൂപം കൊണ്ട കാളി വാർത്താളി അല്ലെങ്കിൽ വാരാഹി പഞ്ചമി എന്ന് അറിയപ്പെടുന്നു. വരാഹ ഭഗവാന്റെ ശക്തിയും ലളിത പരമേശ്വരിയുടെ സൈന്യാധിപയും കൂടിയാണ് വാരാഹി ദേവി. പന്നിമുഖി, പഞ്ചുരുളി എന്നെല്ലാം ഈ ഭഗവതി അറിയപ്പെടുന്നു. തന്ത്രശാസ്ത്രം അഭ്യസിപ്പിച്ചവർക്കും ദേവിയുടെ ഉപാസന വിധി പ്രകാരം നടത്താം. എന്നാൽ കാളിയുടെ പൂജയിലും ഉപാസനയിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു. ദാരുക നിഗ്രഹശേഷം കോപം ശമിച്ച ഭദ്രകാളി കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ വണങ്ങുമ്പോൾ ഭഗവാൻ ശ്രീ ഭദ്രകാളിയോട് പറയുന്നു, നിനക്ക് മംഗളം, എല്ലാ ലോകത്തിനും വരതിയും സർവസാധികയുമായി നീ എന്നും വാഴുക. ജനങ്ങളുടെ എല്ലാവിധ പാപങ്ങളും അകറ്റൂ. ദുർജനങ്ങളെ വധിച്ച് ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ആരാധ്യയായി അവരവരുടെ ക്ഷേത്രങ്ങളിൽ വസിക്കുക. അവർ എന്തു തന്നാലും നീ സ്വീകരിക്കണം. മനുഷ്യരെല്ലാവരും നിന്നെ കുലദൈവമായി സങ്കല്പിച്ച് പൂജിക്കും. നിന്റെ കഥ ചൊല്ലി നൃത്തം ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാ അഭിലാഷങ്ങളും നീ നിറവേറ്റി നൽകണം. ചിലർ കാലധർമ്മം അനുസരിച്ച് മത്സ്യവും മാംസവും മദ്യവും നൽകി പൂജിക്കും. അവർക്ക് ആഗ്രഹിക്കുന്നു നീ നൽകണം. അവരുടെ ആധ്യാത്മികവും ആദി ദൈവികവും ആദി ഭൗതികവുമായ 3 വിധ സുഖങ്ങളെയും നീ അകറ്റണം. സന്താനങ്ങളും സമ്പത്തുമായി അവരെല്ലാം ദീർഘകാലം സുഖമായി ജീവിക്കണം. നിന്റെ നാമം ജപിക്കുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും കലിയുഗത്തിൽ ഭക്തരുടെ ആദിവ്യാധികൾ വേഗം തന്നെ പരിഹരിക്കുമെന്നും ഭഗവതി അരുളി ചെയ്തു. അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെയും നാമം ജപിക്കുന്നവരുടെയും എല്ലാ ദുഃഖങ്ങളിലും ആശ്വാസം പകർന്നുകൊണ്ട് ഭഗവതി ഭക്തരുടെ സമീപം കുടികൊള്ളുന്നു. സാക്ഷാൽ മഹാദേവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഭദ്രകാളിയുടെ പൂജാക്രമത്തിലെ സവിശേഷത നമുക്ക് ഗ്രഹിക്കാം. അതായത് കാളിമാതാവിന് ആരിലും ഒരു ഭേദവുമില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, സ്ത്രീ, പുരുഷൻ ഇങ്ങനെ യാതൊരു ഭേദവുമില്ലാതെ ആർക്കും എപ്പോഴും ദേവിയെ പൂജിക്കാം. അതിന് പ്രത്യേക ചിട്ട ആവശ്യമില്ല. അവരവർ കഴിക്കുന്നത് തന്നെ ഭഗവതിക്കും സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും കഴിവിനൊത്ത വിധം എന്തും സമർപ്പിച്ച് പൂജിക്കുകയും ചെയ്താൽ ഭദ്രകാളി സർവാഭിഷ്ടദായിനിയാണ് എന്നാണ് വിശ്വാസം. സഹസ്രമുഖ രാവണനെ വധിക്കാൻ സീതയും കാളിയായി മാറുന്നുണ്ട്. ഈ കാളിയാണ് പരമശിവന്റെ നെഞ്ചിൽ നടനമാടിയവൾ. ശിവനർത്തകി എന്ന പേരിലും ഭഗവതി അറിയപ്പെടുന്നുണ്ട്. നരസിംഹമൂർത്തിയുടെ കോപത്തെ തടുത്ത് അദ്ദേഹത്തെ ശാന്തനാക്കാൻ കാലഭൈരവന്റെ തൃക്കണ്ണിലെ അഗ്നിയായി സിംഹമുഖത്തോടെ അത്യുഗ്രമൂർത്തിയായി കാളി അവതരിച്ചു. ഇതാണ് അഥർവാണ ഭദ്രകാളി അഥവാ പ്രത്യങ്കിരി ദേവി. കടുത്ത ദുരിതങ്ങളെയും ഈ ഭഗവതി തടയുമെന്നും ഭക്തരെ നേർവഴിയിലേക്ക് തിരിച്ചുവിടുമെന്നാണ് വിശ്വാസം. ദശമഹാവിദ്യമാരിലെ താര, ചിന്നമസ്ത തുടങ്ങിയ കാളിയുടെ പല രൂപങ്ങളായി കണക്കാക്കുന്നു. താരയുടെ നാമം സ്മരിക്കുന്നവരെ പ്രകൃതി ദുരന്തങ്ങൾ ദോഷകരമായി ബാധിക്കില്ലെന്ന് വിശ്വാസം. കഴുതയെ വാഹനമാക്കിയ കാലരാത്രി ഭക്തരെ മഹാമാരികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവളാണെന്നാണ് വിശ്വാസം. നവരാത്രിയുടെ 7ാം നാൾ കാലരാത്രിക്കാണ് പ്രാധാന്യം. അതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ്. ചിലയിടങ്ങളിൽ രോഗനാശകരമായ വേപ്പിലമാലയും മഞ്ഞൾപ്പൊടിയും ധരിച്ച കാളി രൂപങ്ങൾ കാണാം. ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ മഞ്ഞളും കുരുമുളകും തവിടും അഭിഷേകം നടത്തുന്നത് രോഗനാശം ഉദ്ദേശിച്ചാണത്രേ. ഭക്തർക്ക് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഭഗവതി സ്വീകരിച്ച സൗമ്യ സുന്ദര രൂപമാണ് സുമുഖി കാളി. മഹാലക്ഷ്മിക്ക് സമമാണ് ഈ ഭഗവതി. കുട്ടികളോട് ഏറെ വാത്സല്യമുള്ള കാളിയെ ബാലഭദ്ര എന്നും അറിയപ്പെട്ടു. ഇത് ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയാണ്. ദാരികാവധത്തിന് ശേഷം അംഗക്കലി അടങ്ങാതെ കൈലാസത്തിലേക്ക് പുറപ്പെട്ട ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവന്റെ ഉപദേശപ്രകാരം ഗണപതിയും നന്ദികേശനും 2 കൊച്ചു കുട്ടികളുടെ രൂപത്തിൽ വഴിയിൽ കിടന്നു. കുട്ടികളെ കണ്ട കാളി ശാന്തയാകുകയും അവരെ എടുത്തു ലാളിക്കുകയും ചെയ്തു എന്നാണ് പുരാണകഥ. ശ്രീ രാമകൃഷ്ണ പരമഹംസൻ കാളിയെ ജഗദംബിയായാണ് ആരാധിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഭഗവതിയുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നുവെന്ന് ഐതിഹ്യമുണ്ട്. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കാൻ സഹായിക്കുന്ന മഹാകാളി ഭവതാരിണി എന്നറിയപ്പെട്ടു. വിഡ്ഢിയായ ഒരുവനെ മഹാകവി കാളിദാസനാക്കി തീർത്തതും കാളിദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യം: മഹാകവിയായ കാളിദാസന് വിദ്യയും ബുദ്ധിയും പകർന്നത് വിദ്യാസ്വരൂപിണിയായ ശ്രീ ഭദ്രകാളിയാണെന്നാണ് വിശ്വാസം. അറിവോ വിവേകമോ തീരെയില്ലാത്ത രുദ്രനെ പണ്ഡിതയായ ഒരു യുവതി യാദൃശ്യമായി വിവാഹം ചെയ്തെന്നും അധികം താമസിയാതെ രുദ്രന് സാമാന്യ ബുദ്ധി പോലും ഇല്ലെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് കഥ.
അങ്ങനെ നിരാശനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു വൃദ്ധയുടെ ഉപദേശമനുസരിച്ച് രുദ്രൻ തൊട്ടടുത്ത ഉജ്ജയിനിയിലെ മഹാകാളി ക്ഷേത്രത്തിൽ രാത്രി കാളിയാമത്തിൽ എത്തിച്ചേർന്നു. തത്സമയം രാത്രി മഹാകാളി ദേശാടനത്തിനായി പുറത്തു പോയിരുന്നതിനാൽ രുദ്രൻ അകത്തു കയറി വാതിലടച്ചു. തിരിച്ചു വന്ന കാളി അകത്താര് എന്ന് ചോദിച്ചപ്പോൾ രുദ്രൻ പുറത്താര് എന്ന മറുചോദ്യം ഉന്നയിച്ചു. പുറത്തു കാളിയെന്ന് ഭഗവതി പറഞ്ഞപ്പോൾ അകത്തു ദാസൻ എന്ന് രുദ്രൻ മറുപടി നൽകി. കാളിദാസന്റെ ബുദ്ധിശൂന്യതയും നിഷ്കളങ്കതയും തിരിച്ചറിഞ്ഞ ഭഗവതി നാക്ക് പുറത്തു നീട്ടാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്ത കാളിദാസനു അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുകയും ചെയ്തത്രേ. വിദ്യാരംഭം ഭഗവതിയിൽ നിന്ന് നേരിട്ട് ലഭിച്ചതിനാലാണ് കാളിദാസന്റെ കവിതകൾക്ക് ഇത്ര മഹത്വം വന്നതെന്നാണ് വിശ്വാസം. പണ്ഡിതനായി തീർന്ന കാളിദാസൻ തിരിച്ച് ഗൃഹത്തിലെത്തിയപ്പോൾ പത്നി അസ്ഥികാസ്യവാഗർദ്ധ പ്രത്യക്ഷമായി ജ്ഞാനം അങ്ങേക്ക് കൈവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. പത്നിയോടുള്ള ബഹുമാനം ഇദ്ദേഹം തൻ്റെ 3 കൃതികളുടെ ആരംഭത്തിൽ ഇപ്രകാരം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ 3 പദങ്ങളും ഉപയോഗിച്ചാണ് ഈ കൃതികൾ ആരംഭിക്കുന്നത്. കുമാരസംഭവം അസ്ഥി അസ്തിത്രസ്യ എന്ന പദത്തോടെയും മേഘദൂതം കശ്ചിത് കാന്തവിരഹ ഗുരുണ എന്ന പദത്തോടെയും രഘുവംശം വാഗാർത്ഥ വിവ സംപൃക്തോ എന്ന പദത്തോടെയും ആരംഭിക്കുന്നു. വികടകവിയായ തെന്നാലി രാമനും ആ കഴിവ് സിദ്ധിക്കപ്പെട്ടത് ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണത്രേ. കാളീക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിശേഷമായി കരുതുന്നു. അതുകൊണ്ട് വാഗീശ്വരിയായ സരസ്വതിക്ക് തുല്യയായ കാളിയെ സങ്കല്പിക്കാറുണ്ട്. വിക്രമാദിത്യ കഥകളിലും ഭദ്രകാളി സാന്നിധ്യം കാണാം. വിക്രമാദിത്യ ഉജ്ജയിനി കാളി ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിച്ചിരുന്നതായി കഥകളിൽ പറയുന്നു. വികടകവിയും തെലുങ്ക് കവിയുമായ തെന്നാലി രാമന് ആ കഴിവ് സിദ്ധിച്ചത് വിദ്യാദായിനിയായ ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ തെന്നാലി ഗ്രാമം വരൾച്ച കൊണ്ട് വല്ലാതെ വലഞ്ഞു. അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് അന്യദേശത്ത് നിന്ന് ഒരു സന്യാസി വന്നു ചേർന്നത്. അദ്ദേഹം അവിടെ കാലുകുത്തിയപാടെ തെന്നാലിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ സന്തോഷത്താൽ തുള്ളിച്ചാടി. അങ്ങ് ഇവിടെ വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു മരുഭൂമി പോലെ നശിക്കുമായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് തെന്നാലി രാമൻ അങ്ങോട്ട് വന്നത്. ഈ സന്യാസി ഇവിടെ വന്നില്ലെങ്കിലും ഇതേ സമയത്ത് മഴ പെയ്യുമായിരുന്നു. തെന്നാലിയുടെ അഭിപ്രായം കേട്ട ആളുകൾ ക്ഷുഭിതരായി. സന്യാസി എങ്ങാനും ശപിച്ചാൽ തങ്ങളുടെ ഗ്രാമം മുഴുവൻ നശിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അന്നേരം സന്യാസി അവനെ അടുത്തേക്ക് വിളിച്ചു. അല്പനേരം രാമനുമായി സംസാരിച്ചപ്പോൾ തന്നെ അവൻ്റെ വിശാലമായ ചിന്താഗതിയും അറിവും അദ്ദേഹത്തിന് വ്യക്തമായി. അങ്ങനെ രാമനിൽ മതിപ്പ് തോന്നി അദ്ദേഹം പറഞ്ഞു, നിനക്കു ഞാൻ ചില ഉപദേശങ്ങൾ തരാം. കാളിമന്ത്രവും പഠിപ്പിക്കാം. അതുമൂലം നീ കേമനാകും. പിന്നീട് സന്യാസിയിൽ നിന്ന് കാളിമന്ത്രം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെയുള്ള കാളിക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രി കാളിയാമത്തിൽ ചെന്ന് തുടർച്ചയായി കാളിമന്ത്രം ജപിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം നിനക്ക് ലഭിക്കും. അനന്തരം സന്യാസി അവിടെ നിന്നും യാത്രയായി. അന്ന് അർദ്ധരാത്രി രാമൻ കാളിക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 12 മണിയോടുകൂടി കാളിയാമത്തിൽ അമ്പലത്തിനുള്ളിൽ കടന്ന് മനഃപ്പാഠമാക്കിയ കാളിമന്ത്രം ജപിക്കാൻ തുടങ്ങി. താമസിയാതെ രാമൻ ഉറക്കമായി. ശ്രീഭദ്രകാളി ഉഗ്രരൂപത്തിൽ 1000 തലകളും മുഖങ്ങളും നീണ്ട മുടിയോടും കരുണാർദ്രമായ കണ്ണുകളോടും കൂടി പ്രത്യക്ഷപ്പെട്ടു. രാമൻ നോക്കിയപ്പോൾ കൈകൾ 2 മാത്രം. എന്തോ ഓർത്തിട്ടെന്ന പോലെ രാമൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീ എന്താണ് ചിരിക്കുന്നത്? ഭക്തവാത്സല്യത്തോടെ ഭഗവതി ചോദിച്ചു. ഞാൻ ഒരു കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണ്. എനിക്ക് മൂക്കൊലിപ്പ് വരുമ്പോൾ തുടച്ച് എൻ്റെ കൈകൾ മടുത്തു പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ 1000 മൂക്കുള്ള ഭഗവതിക്ക് മൂക്കൊലിപ്പ് വന്നാലോ? ആ 2 കൈയും വെച്ചുകൊണ്ട് 1000 മൂക്ക് എന്ത് ചെയ്യും? രാമൻ്റെ വർത്തമാനം കേട്ടിട്ട് ഭഗവതിക്കും ചിരി വന്നു. രാമനിൽ സംപ്രീതയായി 2 സ്വർണ്ണക്കിണ്ണങ്ങൾ അവന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, വലതു കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ വളരെ അറിവുള്ളവനാകും. ഇടത് കിണ്ണത്തിലെ പാലിന് പുളിരസമാണ്. അത് കുടിച്ചാൽ നിനക്ക് ധനവാനാകാം. അടിയനൊരു സംശയം. ധനം പൊളിക്കുമെന്നോ പഴമക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഭഗവതി? മിക്കവാറും ധനവും സമ്പാദിക്കുന്ന വഴികൾ മദരിക്കുന്നവയല്ല. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കിണ്ണം മാത്രം നീ എടുത്തുകൊള്ളൂ. എനിക്ക് 2 കിണ്ണത്തിലെയും പാലിൻ്റെ രുചി അറിയണം. എങ്കിൽ ഇതാ 2 കിണ്ണവും. ഇതിൽ വിരൽ തൊട്ട് നാവിൽ വെച്ച് നോക്കൂ. 2ഉം വാങ്ങിയ രാമൻ പെട്ടെന്ന് മുഴുവൻ പാലും അകത്താക്കി. കാളി ദേഷ്യപ്പെട്ടു. അപ്പോൾ രാമൻ പറഞ്ഞു, അടിയന് ധനവും അറിവും ഒരുപോലെ വേണം. എന്നോട് ക്ഷമിച്ചാലും. എന്നെ ധിക്കരിച്ച നീ ഒരു വികടകവിയായി തീരട്ടെ. ഭഗവതി അടിയന് മാപ്പ് തരണം. എനിക്ക് വികടകവിയല്ല, കവി തന്നെ ആകണം. രാമൻ കരയാൻ തുടങ്ങി. മനസ്സലിഞ്ഞ ഭദ്രകാളി പറഞ്ഞു, നീ ഒരേ സമയം കവിയും വികടകവിയുമാകും. എന്നാൽ ഒരു വിദൂഷകൻ എന്ന നിലയിൽ നീ പ്രശസ്തനാകും. അനുഗ്രഹിച്ച ശേഷം മഹാവിദ്യയായ ഭഗവതി അപ്രത്യക്ഷയായി. മഹാപണ്ഡിതരായ വാഗ്ഭടാനന്ദനും ആ കഴിവ് സിദ്ധിക്കപ്പെട്ടത് ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന ഐതിഹ്യം.
ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്ന വിശേഷമായി കരുതുന്നതും ഇതുകൊണ്ടാണെന്നാണ് വിശ്വാസം. പാണ്ഡിത്യം പ്രദാനം ചെയ്യുന്ന ശ്രീ ഭദ്രകാളി ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല, വിദ്യാവിജയം, പാണ്ഡിത്യം, കീർത്തി, ഉന്നത സ്ഥാനലബ്ധി എന്നീ അനുഗ്രഹങ്ങൾ നൽകുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി എന്നാണ് ഐതിഹ്യം. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ: ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം, കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ, ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എറണാകുളം, ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മാവേലിക്കര, തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രം അങ്ങാടിപ്പുറം മലപ്പുറം, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ, ഇടത്തരിക്കത് ഭഗവതി ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധി, വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം പെരുവന്താനം ഇടുക്കി, മലയാലപ്പുഴ ദേവീക്ഷേത്രം പത്തനംതിട്ട, വളയനാട് ഭഗവതി ക്ഷേത്രം കോഴിക്കോട്, മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം കണ്ണൂർ, പരുമല വലിയ പനയന്നാർക്കാവ് ദേവീക്ഷേത്രം പത്തനംതിട്ട, ഉത്രാളിക്കാവ് രുദ്രമഹാകാളി ക്ഷേത്രം തൃശ്ശൂർ, ചവറക്കാട്ടിൽ മേയ്ക്കതിൽ ശ്രീദേവി ക്ഷേത്രം കൊല്ലം, ചിറ്റൂർ ഭഗവതി ക്ഷേത്രം പാലക്കാട്, ഏമൂർ ഹേമാംബിക ക്ഷേത്രം പാലക്കാട്, വെള്ളായണി ദേവീക്ഷേത്രം തിരുവനന്തപുരം, മുഴക്കുന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രം കണ്ണൂർ, തേക്കടി മംഗളാദേവി ക്ഷേത്രം ഇടുക്കി, കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രം ആരാരിക്കുളം വടക്ക് ആലപ്പുഴ, വലിയ കൂനമ്പായിക്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രം വടക്കേവിള കൊല്ലം, വരമ്പതി കാളിമല വെള്ളാറട തിരുവനന്തപുരം, ചെറുവള്ളി ദേവീക്ഷേത്രം പൊൻകുന്നം കോട്ടയം എന്നിവയാണ്.